ഹായ് ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ യൂട്യൂബേഴ്സിന് അറിയില്ലെങ്കിൽ അവർക്കൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. ഇപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയൊക്കെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പകലൊന്നും സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോ അല്ല ഞാൻ ഇടുന്നത്. അപ്പം ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും, അത്ര തന്നെ. അപ്പം ബാക്കിയുള്ളത് എൻ്റെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് ഞാൻ ഇടുന്നത്. അപ്പം താല്പര്യമുള്ളവർ കാണുക, അല്ലാത്തവർ അത്ര തന്നെ. അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക് അറിയാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബിനോട് ഡൗട്ട് ചോദിച്ചത് എന്നൊക്കെ. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴോ ഇപ്പോൾ ഒന്നും അല്ല, ഞാൻ എപ്പോഴോ മോണിറ്റൈസ് ആവുന്നൊക്കെ എപ്പോഴോ മുന്നേ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ എന്തോ നോക്കിയ സമയത്ത് ഇങ്ങനെ യൂട്യൂബ് ടീമിനോട് മെസ്സേജ് അയക്കാൻ നമുക്ക് ഇങ്ങനെ കണ്ടു. അപ്പം അത് എത്ര ഇത് വേണോ, എന്നാലേ നമ്മൾ ക്രോം ബ്രൗസറിൽ കാണുമെന്നൊക്കെ പറഞ്ഞു കണ്ടപ്പം ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയാണ്. അപ്പോൾ അതിൽ കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്തോ ഒരു കാര്യം അങ്ങനെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് എൻ്റെ ഞാനൊരു ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇതുപോലെ മെസ്സേജ് അയച്ച് അവരെനിക്ക് തിരിച്ചു തന്നു കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഇതായി. അപ്പം ഞാൻ പിന്നെ എല്ലാ കാര്യം ഞാൻ ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് എന്തൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് അവർ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്ക് അവർ ക്ലിയർ ആക്കി തരും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം, അപ്പം ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുവന്നില്ല, അപ്പം ഞാൻ കാര്യം എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അന്നേരം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ ഇത് എനിക്ക് ഗൂഗിൾ ആഡ്സെൻസിൽ എനിക്ക് എങ്ങനെയാണ് വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം എല്ലാ മാസവും 11-ാം തീയതിയാണ്, 12-ൻ്റെ ഉള്ളിലാണ് ഗൂഗിൾ ആഡ്സെൻസ് കയറുക എന്നൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. എനിക്കിങ്ങനെ ഇതിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പുതിയതായിട്ട് ഇങ്ങനെ എൻ്റെ അവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അത് ഗൂഗിൾ ആഡ്സെൻസ് കയറിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഗൂഗിൾ ആഡ്സെൻസ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അക്കൗണ്ടായിട്ട് ലിങ്ക്ഡ് ആണോ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലിങ്കൊന്നും അല്ലെങ്കിൽ നമ്മളെ ആ പൈസ നമുക്ക് കയറില്ല കേട്ടോ, ഗൂഗിൾ ആഡ്സെൻസിൽ നമ്മളെ അക്കൗണ്ടിലേക്കൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, നാളെയും കൂടെ നോക്ക്, അപ്പം നാളെയും കൂടെ വന്നില്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക, അപ്പം ക്ലിയർ ആക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ വേറെ എന്താ ചോദിച്ചത്, ഞാൻ വെറുതെ ചോദിച്ചു കേട്ടോ, എൻ്റെ വ്യൂസ് കയറുന്നില്ല എന്താന്നൊക്കെ. അപ്പോൾ എനിക്ക് തന്നെ അറിയാം, നമ്മളെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണമല്ലോ, അത്രയും ആൾക്കാരെ പിടിച്ചിരുത്തുന്ന കണ്ടൻറ്റ് ഉണ്ടെങ്കിലല്ലേ അവർ നമ്മളെ തിരിച്ച് അച്ചൂട്ടാ ഇതന്നെയാണ് കേട്ടോ ഞാൻ രാവിലെ തൊട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം. ഇപ്പോഴും അവൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇവിടെ നിന്ന് കുരുത്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോൾ നമ്മൾ ആൾക്കാരെ പിടിച്ചിരുന്ന കണ്ടൊക്കെ ഉണ്ടെങ്കിലല്ലേ ആൾക്കാർ കാണുള്ളൂ. അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാൻ വെറുതെ നിങ്ങൾ ചോദിച്ചു അവരെന്താണ് പറയുന്നത് അറിയാൻ വേണ്ടി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു സ്ക്രീൻ റെക്കോർഡ് അയക്ക്, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണിക്ക്, അപ്പോൾ നമുക്ക് അതെന്താ നോക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം അതെങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ പറയാമെന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം എനിക്ക് സ്ക്രീൻ റെക്കോർഡാക്കി എനിക്ക് കാണിച്ചു തരാൻ എനിക്കറിയില്ല. അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ വേണ്ടവർ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാനുണ്ട്, യൂട്യൂബിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക. അപ്പം ആരോ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എത്രയോ സബ് വേണമെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ മോണിറ്റൈസ് ആവുന്ന മുന്നേ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഡിലീറ്റ് ആയിപ്പോയ വീഡിയോ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഡിലീറ്റ് ആയത് കിട്ടിയത്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ എല്ലാവരെയും ഫോണിലുണ്ടാവും ക്രോം ബ്രൗസർ. അപ്പം അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ളവർക്ക് അറിയാമായിരിക്കും, യൂട്യൂബ് സ്റ്റുഡിയോ എന്തായാലും നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം സിസ്റ്റത്തിലൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അത് എളുപ്പമായിരിക്കും, പക്ഷേ ഫോണിലൊക്കെ നോക്കുന്നവർക്ക് ക്രോം ബ്രൗസറിൽ, നമ്മുടെ ഫോണിൽ എല്ലാവരുടെയും ഫോണിലുണ്ടാവുമല്ലോ ക്രോം ബ്രൗസർ. അപ്പോൾ ക്രോം ബ്രൗസറിൽ പോയിട്ട് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് സൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ലോഗിൻ കൊടുത്ത്, അപ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റിൽ പോയിട്ട് നമ്മൾ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റുഡിയോ ആയിരിക്കും ഓപ്പൺ ആകും. അപ്പോൾ ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക, ഒന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ തന്നെ അത് ഓപ്പണായി നമ്മളെ ഇതിലേക്ക് ക്രോം ബ്രൗസറിൽ നമ്മുടെ ചാനൽ കാണിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലായിട്ട് നിങ്ങളിങ്ങനെ നോക്കുക, എവിടെ ഇങ്ങനെ നമ്മളെ ഈ വീഡിയോസ് അതിൻ്റെ ഇങ്ങനെ കാണുന്ന സ്ഥലത്ത് തന്നെ ഒരു മെസ്സേജിൻ്റെ ചിഹ്നമുണ്ട്. അപ്പോൾ ആ ഒരു മെസ്സേജ് പോയി കഴിഞ്ഞ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ അവർ തന്നെ ഇങ്ങോട്ട് നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ നമ്മുടെ എന്താണ് കാര്യം, അപ്പോൾ അതിൽ 2-3 ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ ഞാൻ 3ാമത്തെ ഓപ്ഷനാണ് കേട്ടോ ഞെക്കിയത്. അതെന്താണെന്നുള്ളത് ഞാനിവിടെ അതെൻ്റെ അടുത്തില്ലാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അതിലേതെങ്കിലും നിങ്ങൾ കൊടുക്കുക, അത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ.
പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കട്ടായി പോയി. മോൻ ഇവിടെ നിന്ന് ഓരോന്ന് കാണിക്കുന്നുണ്ടാണ് കേട്ടോ കട്ടായി പോയത്, അപ്പോൾ ക്ഷമിക്കാം. അപ്പം എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ആക്കിയിട്ട് കൊടുക്കാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തവർക്ക് ഞാനിവിടെ സൈഡിലവിടെ സ്ക്രീൻഷോട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ അതിൽ മേലെ ഇങ്ങനെ മനസ്സിലാവുമല്ലോ ഏതാണെന്നുള്ളത്. ഞാനിങ്ങനെ ഒരടയാളം എന്തെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ അത് അത്രയും ഇതില്ലാത്തവർക്ക് മനസ്സിലാവുമല്ലോ. അന്നേരം ആർക്കെങ്കിലുമൊക്കെ പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്രോം ബ്രൗസർ ഓപ്പൺ ആയിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓപ്പൺ ആയി കഴിയുമ്പം നമ്മളത് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് മേലെയാണ് ഈ ബാർ ഉണ്ടാവുന്നത്, മെസ്സേജിൻ്റെ ആ ഒരു ബാർ ഉണ്ടാവുന്ന ആ ഒരു ഐക്കണൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ മെസ്സേജിൻ്റെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ മെസ്സേജ് എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സ്ക്രീൻ ഓൺ ആയി വരും. അപ്പം മറ്റേ നമ്മൾ ലാപ്പിലൊക്കെ നോക്കുന്ന ഒരു സിസ്റ്റത്തിലൊക്കെ നോക്കുന്നവരൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഫോണിലൊക്കെ ആകുമ്പോൾ അത് തീരെ ചെറിയ ലെറ്റർ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അങ്ങനെ കാണാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഓപ്പൺ ആയി വരുന്ന ആ ഒരു പേജിൽ ഏറ്റവും താഴെയായിട്ടാണ് ഒരു 3 ഓപ്ഷൻ കാണും. അപ്പോൾ ഞാനതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് സംതിങ് എൽസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ 2 ഓപ്ഷൻ എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ സംതിങ് എൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കാര്യമാണ് പറയാനുള്ളതെന്നാണ് കേട്ടോ. അന്നേരം ആ ഒരു ഓപ്ഷൻ ഞെക്കി കഴിയുമ്പോൾ അവർ നമ്മളടുത്ത് ഇങ്ങനെ അവരെ പരിചയപ്പെടുത്തും. എന്നിട്ട് നമ്മളത് അപ്പോൾ അവരെന്താണ് നമ്മുടെ പ്രശ്നം ചോദിക്കും. അപ്പം നമ്മളതിൻ്റെ നമുക്ക് എന്താണോ കാര്യം അത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും അവർ ഇതാക്കി തരും. എനിക്കിപ്പോൾ 2-3 ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് ആദ്യം ഡിലീറ്റ് ആയി പോയപ്പം പിന്നെ റീയൂസ്ഡ് കണ്ടന്റ് വന്നപ്പം കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്. അതൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. നമുക്കിപ്പോൾ അത് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചാൽ മതി, ഇപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ. പക്ഷേ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടോ എന്നൊന്നും അവർ അറിയില്ലായിരിക്കും. പക്ഷേ റീയൂസ്ഡ് കണ്ടന്റ് വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് അറിയുന്ന രീതിക്ക് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഗൂഗിൾ ആഡ്സെൻസിൽ വന്നിട്ടില്ല അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇന്നാണ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് വ്യൂസ് കയറുന്നില്ല എന്നുള്ളത് ഞാൻ ഇന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഒരിന് വേണ്ടി ചോദിച്ചാണ് കേട്ടോ. അപ്പോൾ അവരെന്താ പറയുക, അപ്പോൾ അവർ കറക്റ്റായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും എന്താണ് കാര്യം. എടുത്തടിച്ച പോലെ ഇങ്ങനെ പറ്റില്ല അതല്ല അവർ പറയുന്നത്. സിസ്റ്റം ബേസ് ആണോ അല്ലെങ്കിൽ ആൾക്കാരാണോ, നല്ല സിസ്റ്റം ബേസ് ആവാനാണ് എനിക്ക് ചാൻസ് തോന്നുന്നത്. അപ്പം അവർ നമുക്ക് പറഞ്ഞു തരും, എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിലോ വേറെ യൂട്യൂബിൽ ആരെങ്കിലുമൊക്കെ നോക്കുക. നിങ്ങൾക്ക് അറിയുന്ന ഇങ്ങനെ യൂട്യൂബ് ടിപ്സ് പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പം അവരത് പോയി നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ചെയ്യുന്ന ബെറ്റർ കാര്യം ഇങ്ങനെ പോയി മെസ്സേജ് അയച്ച് നിങ്ങൾ എന്ത് കാര്യമാണെങ്കിലും അവർ സോൾവ് ചെയ്ത് തരും. പറ്റുന്ന കാര്യമാണെങ്കിൽ അവർ സോൾവ് ചെയ്ത് തരും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മെയിനായിട്ട് യൂട്യൂബിൽ ഇങ്ങനെ ടിപ്സൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം അറിവെന്ന് പറഞ്ഞതാണ്, അത് വേറെ ആരും കണ്ടിട്ടില്ല. ഞാൻ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആവാറുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ നോക്കുന്ന ചാനലാണത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അതിൽ നോക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ആരോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കമൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഞാനത് കണ്ടു. അതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഡൗട്ട് എങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ റിപ്ലൈ കൊടുത്തത് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പം കുറേ പേര് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഇങ്ങനെ 2 ആഴ്ച മുന്നിട്ട് വീഡിയോൻ്റെ ഇടയിലൊക്കെ കമൻറ്റ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറ്റുന്ന സമയത്ത് അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അതൊരു വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അപ്പോൾ 2 ഫോൺ ഉണ്ടെങ്കിലല്ലേ ആ ഒരു ഇത് പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. അപ്പോൾ 2 ഫോൺ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ മെസ്സേജ് എന്താണ് ചോദ്യം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എഴുതി വെക്കാനോ അങ്ങനെ നോക്കണം. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാകുമ്പോൾ ഞാൻ അതിനൊക്കെ ഉള്ളൊരു ആൻസർ ഞാൻ തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.